CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകുമെന്ന് വിവരം. കൊച്ചിയിലെ ഇഡി ഓഫീസിന് മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, അപ്പോൾ ഉറപ്പായി അല്ലേ? പറയൂ. വീണ എത്തുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഉറപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വീണ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് CMR എക്സാലോജിക് മാസ്റ്റർ ഇടപാട് കേസിൽ ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു. അത് പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന്റെ ഉടമയുമായ ടി വീണയുടെ ചോദ്യം ചെയ്യലാണ്. ഈ കേസിനാസ്പദമായ സംഭവം തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ED രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംഭവം തന്നെ 182 കോടി രൂപയുടെ കള്ള ബില്ലുകൾ CMR ഉണ്ടാക്കിയെന്നും അതിൽ നിന്ന് പണം ഉപയോഗിച്ച് വീണ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് SFIOയുടെ കണ്ടെത്തൽ. അതിൽ പറഞ്ഞിരുന്നത് വീണ നൽകിയ സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിൽ വീണയ്ക്ക് പണം കൈമാറിയെന്നാണ്. പക്ഷേ SFIO നടത്തിയ പരിശോധനയിൽ അത്തരത്തിലൊരു സേവനം വീണയുടെ ഭാഗത്തുണ്ടായില്ല. ഇറ്റ്സ് ഫോർ സം ഫേവേഴ്സ് എന്ന വാക്കാണ് SFIO റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ED PMLA ആക്ട് പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നേരത്തെ ആ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിലേക്ക് പോയിരുന്നു. ആദ്യം സിംഗിൾ ബെഞ്ചും പിന്നീട് ഡിവിഷൻ ബെഞ്ചും അത് തള്ളിയിരുന്നു. EDയുടെ ആവശ്യം, അതായത് അന്വേഷണം വേണമെന്ന EDയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഒപ്പം ഇതിനിടയിൽ തന്നെ ED 12 ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്, കണ്ണൂരിലെ വീടടക്കം 12 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. വീണയുടെ സാന്നിധ്യങ്ങളുള്ള സ്ഥലങ്ങളാണ്. അതിൽ പിടിച്ചെടുത്ത അക്കൗണ്ടുകൾ ഒരെണ്ണം വീണയുടേതായിരുന്നു. അതിൽ 1.5 ലക്ഷം രൂപയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നടപടിയിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയി. അങ്ങനെ സമഗ്രമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം SFIO അനുബന്ധ റിപ്പോർട്ടിന് അനുബന്ധ രേഖകളും EDക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ സമഗ്രമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ടിയെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. അതിൽ പ്രധാനമായി 2 ചോദ്യങ്ങൾക്കാണ് വീണ ഉത്തരം പറയേണ്ടി വരിക. ഒന്ന്, CMRLന് എന്ത് സേവനമാണ് എക്സാലോജിക്ക് നൽകിയത്? അതോടൊപ്പം തന്നെ ഈ CMRL നിന്ന് ലഭിച്ച പണം, അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമാണ്. ആ പണം അവർ എവിടെയാണ് ഉപയോഗിച്ചത്, എവിടെയാണ് നിക്ഷേപിച്ചത്? ഈ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് വീണ ഉത്തരം നൽകേണ്ടി വരും. നേരത്തെ SFIO രജിസ്റ്റർ ചെയ്ത കേസിൽ 11ാം പ്രതിയായിരുന്നു വീണ. ചെന്നൈയിലടക്കം വെച്ച് വീണയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് മറ്റൊരു ഏജൻസി കേസ് ഏറ്റെടുക്കുകയും വീണ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തിങ്കളാഴ്ച മുതലാണ് ഈ കേസിൽ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് ED കടന്നത്. ആദ്യം ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ ചോദ്യം ചെയ്തത്. അവർ നിപുണ എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. ഇന്നലെ ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്തയും അതോടൊപ്പം തന്നെ മകൻ ശരൺ എസ് കർത്തയും ചോദ്യം ചെയ്തിരുന്നു. ശരണെ 8 മണിക്കൂർ ചോദ്യം ചെയ്തു. അങ്ങനെ അവരുടെയൊക്കെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വീണ ടിയെ ഇന്ന് ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഒപ്പം ED സമാഹരിച്ച തെളിവുകളുമുണ്ട്. അങ്ങനെ കൊച്ചിയിലെ ED ഓഫീസിന് മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.